ചേച്ചി എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? നല്ല പടമാണോ? പടം എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? പടം എങ്ങനെയുണ്ട്? നല്ല പടമാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം ടോവിനോന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പെരേര, മിസ്റ്റർ പെരേര, കമോൺ, അഭിപ്രായം പറയൂ, റിവ്യൂ പറയൂ. അപ്പോൾ ടോവിനോൻ്റെ പുതിയ ചിത്രം കണ്ടു, നടികളുടെ സിനിമ കണ്ടു. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പണിക്കരായിട്ട് ഗംഭീരമായിട്ട് ആറാടി തിമിർത്ത് അഭിനയിച്ചാണ്. ഒരു രക്ഷയില്ല. ഒരു സിനിമക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഇതാണ്. അഭിനയം പഠിക്കണമെങ്കിൽ ഇങ്ങനത്തെ സിനിമക്കുള്ള സിനിമ കാണുമ്പോൾ ഓരോ വ്യക്തികൾക്കുള്ളിൽ ഇറങ്ങിച്ചാൽ നമ്മുടെ അഭിനയം പഠിക്കാൻ പറ്റുള്ളൂ. ഒരു ആക്ടിംഗ് ക്ലാസ് പോലെയാണ് എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നിയത്. അപ്പോൾ ഭാവനയുടെയും ടോവിനോയുടെയും ഗംഭീര പെർഫോമൻസ് ആണ്. ഹണിബി 2-ന് ശേഷം ഗംഭീരമായിട്ടുള്ള ഡയറക്ഷനാണ് നമ്മുടെ ലാൽ ജൂനിയർ അഭിനയിച്ചിരിക്കുന്നത്, ഡയറക്ടറായിട്ടിരിക്കുന്നു. അപ്പോൾ ഗംഭീര സിനിമ. ടോവിനോനെ കണ്ടപ്പോൾ ടോവിനോ പോലെ ആവാൻ തോന്നിയോ? സ്ക്രീനിൽ കണ്ട് നേരിട്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല, പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അഭിനയമാണ് ചോദിച്ചത്. അഭിനയം കൊള്ളാം, ഗംഭീരമുണ്ടോ ടോവിനോയുടെ? അതുപോലെ ആവാൻ തോന്നുന്നില്ലേ? ഡയറക്ടർമാർ ചാൻസ് വന്നു കഴിഞ്ഞാൽ അഭിനയിക്കാൻ പറ്റും. താങ്ക് യു. എങ്ങനെയുണ്ട് പടം? നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. പടം അടിപൊളിയാണ്. പവറായോ? ചേച്ചി പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം കൊള്ളായിരുന്നു. എന്താ പറയുക, ടോവിനോയുടെ ആ ക്യാരക്ടർ അത് പ്രത്യേകമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം തനിച്ച് ജീവിക്കുന്ന ഒരു മകൻ്റെ ആ ഒരു ക്യാരക്ടർ, തനിച്ചായൻ്റെ ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നടന്റെ ജീവിതമായിട്ട് സാമ്യം തോന്നി? എനിക്ക് അങ്ങനെ തോന്നിയൊന്നുമില്ല. ഒത്തിരി പേരുടെ മിക്സിങ് ഉണ്ടാവില്ലേ ഒരുപാട്. ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ടോവിനോട് ആ ഒരു എന്താ പറയുക, ഞാനിങ്ങനെയാണ്, എനിക്ക് മറ്റുള്ളവർ മുമ്പിൽ ഇങ്ങനെ അത്. പിന്നെ സോബിൻ്റെ ആ ഒരു കഥാപാത്രം, അതേപോലെ തന്നെ നമ്മുടെ സലീംകുമാർ സാറിൻ്റെ മോൻ്റെ ക്യാരക്ടർ ചന്തുവിൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അങ്ങനെ ഒരു ലൈഫിൽ ഓരോരുത്തർ ഓരോ സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇടിച്ചു കയറുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. കുറേ പേരുണ്ട്, ഒത്തിരി സുഹൃത്തുക്കളുണ്ട് പേഴ്സണലായിട്ട് അല്ലെങ്കിലും. അപ്പോൾ ചില സമയത്ത് ഈ സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇടിച്ചു കയറലുള്ളത് നല്ലതാണ്. വളരെ പേഴ്സണലായിട്ട് തോന്നിയോ പടം? തോന്നിയിട്ടുണ്ട്. ഭാവനയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ശരിക്കും ടോവിനോട് ഹഗ് 2 പ്രാവശ്യം, ഇന്ദ്രൻ സാറിനെയും മറ്റേ അനൂപ് മേനോനെ, സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഈ പടം അങ്ങനെ ധൈര്യത്തോടെ ഇപ്പോൾ സിനിമയിൽ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കഥാപാത്രം കൊടുക്കുമ്പോൾ ഹഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പലർക്കും അങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റാണ്ട് വീർപ്പൂട്ടുന്ന ആൾക്കാരുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് പേഴ്സണൽ. പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്? നല്ല സിനിമയായിരുന്നു. ടോവിനോയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ടോവിനോ ക്യാരക്ടറിന് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ക്യാരക്ടർ അല്ല, പക്ഷെ ടോവിനോ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഭയങ്കര എന്റർടൈൻമെന്റ് പടമാണോ? ട്രെയിലറിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. ട്രെയിലർ ഞാൻ കണ്ടില്ല, സോറി. ഞാൻ പൊതുവെ സിനിമ ട്രെയിലേഴ്സ് ഒന്നും കാണാറില്ല. എന്റർടൈൻമെന്റ്, ഇവരുടെ ഡ്രസ്സെല്ലാം ഭയങ്കര കളർഫുൾ ആണ്. ടോട്ടൽ എന്റർടൈൻമെന്റ് എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു മെസ്സേജും ഈ സിനിമ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ആ ഒരു ആക്ടർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് സൂപ്പർ സ്റ്റാർ ആയി ആ സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ആ ഇതെല്ലാം ഒരു ആംഗിളല്ല സിനിമ നല്ലോണം. നടന്റെ ജീവിതമായിട്ട് സാമ്യം തോന്നിയോ? ഇല്ല, എനിക്ക് തോന്നിയില്ല. ഇനി ഞാൻ അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഭാവനയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭാവന ഒരുപാട് സീൻസ് ഒന്നും ഇല്ലായിരുന്നു ഭാവനയിൽ. ചെയ്തേക്കുന്ന സീൻസ് ഭാവന നല്ലോണം ചെയ്തു. ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആരുടെയൊക്കെയാണെന്ന് തോന്നുന്നത്? സൗബിന്റെ നല്ലോണം ചെയ്തു. സൗബിൻ, പിന്നെ ബാലു വർഗീസ് നല്ലോണം ചെയ്തിട്ടുണ്ട്. ടോവിനോ നല്ലോണം ചെയ്തിട്ടുണ്ട്. ടോട്ടലി എങ്ങനെ പറയാ, ഒരു സൂപ്പർ ഹിറ്റ് ആവോ പടം? നല്ല സിനിമയായിരുന്നു. ഹിറ്റാവോ ഇല്ലെന്നെല്ലാം എന്താ പബ്ലിക് തന്നെ അറിയില്ല. 10-ൽ ഞാനൊരു 8.5. ചേട്ടാ എങ്ങനെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ്? പ്രതീക്ഷ പോലെ വന്നോ? അത് പ്രതീക്ഷ പോലെ വന്നിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെ റെസ്പോൺസ് ചെയ്യുന്നതാണ് അറിയാത്തത്. സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു അഭിപ്രായമാണ് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു ഓൾറെഡി റിലീസിന് മുമ്പേ. ഞാൻ കണ്ടിടത്തോളം തിയേറ്ററിൽ അവസാനം ആ ഒരു കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നത് കിട്ടി. ഞാൻ വിചാരിക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൈയടിച്ചാണെന്നുള്ളതാണ്. നടികർ സീൻ മാറ്റോ? സുഷീനോട് ചോദിക്കണം. ഓക്കെ, പടം എനിക്കൊരു ആവറേജ് ഫീൽ ആയിരുന്നു. ഒരു തല്ലുമാല ഡ്രൈവിംഗ് ലൈസൻസ് ഈ പടം പ്രതീക്ഷിച്ചൊന്നും ഒരിക്കലും പോകരുത് സിനിമ കാണാൻ. കാരണം അത്തരത്തിലൊരു വൈബേ അല്ല ഈ പടം തരുന്നത്. ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്നൊരു കഥയാണ്. ആ ഒരു നായകൻ്റെ ജേണിയാണ് പടം.
ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് ഒരു മനുഷ്യനിലേക്കും ഒരു ആക്ടറിലേക്കുമുള്ളൊരു യാത്ര. അതാണ് സിനിമ കാണിക്കുന്നത്. ഒരു ഇമോഷണൽ ഡ്രാമ എന്നാണ് പറയുന്നത്. ഇമോഷണൽ ഡ്രാമ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു നായകന് ചേഞ്ച് കാണിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ അതിൽ നിന്ന് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ചേഞ്ച്, എങ്ങനെയാണ് അയാൾ മാറുന്നത്, ആ ഒരു കഥ. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ എങ്ങനെ വർക്ക് ആയിട്ടുണ്ട് പടത്തിൽ? അത് കുറവാണ്. അത്യാവശ്യം ഹ്യൂമർ എല്ലാം ഉണ്ട്, കോമഡി എല്ലാം ഉണ്ട്. അത് അത്യാവശ്യം വർക്കായിട്ടുണ്ട്. ആക്ഷൻ സീൻസ് എല്ലാം ഒന്നും തന്നെ ഇല്ല. ആക്ഷൻ ആകെ ഒരു ആക്ഷൻ ഉള്ളൂ. അത് സിനിമയിൽ കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ഷൻ സീനും അല്ല. തിരക്കഥയാണ് പ്രശ്നം വന്നത്. സിനിമ ടെക്നിക്കൽ സൈഡ് എല്ലാം ടോപ്പ് നോച്ചാണ് പടത്തിൻ്റെ. മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും മേക്കിങ്ങും എല്ലാം ടോപ്പ് നോച്ചാണ്. പക്ഷേ സ്ക്രീൻ പ്ലേ അത്ര ഒരു ക്യാച്ചി അല്ല. സ്ക്രീൻ പ്ലേ വരുമ്പോൾ വളരെ ലിമിറ്റഡ് ഓഡിയൻസിന് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള സ്ക്രീൻ പ്ലേ ആണ്. നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് പടത്തിൽ. അതുകൊണ്ട് തന്നെ പടം എങ്ങനെ ബോക്സ് ഓഫീസിൽ എങ്ങനെ ഒരു ഇത് വർക്കാവും എന്നെനിക്ക് ഡൗട്ടുണ്ട് പടത്തിൽ. പക്ഷേ പെർഫോമൻസ് വൈസും എല്ലാം വെച്ച് നോക്കുമ്പോൾ പടം ഓക്കെയാണ്. പക്ഷേ ഒരു ആസ് ഒരു ഓഡിയൻസ് എനിക്കൊരു ആവറേജ് ഫീൽ ആയിരുന്നു. ടോവിനോന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ടോവിനോ വളരെ നല്ല ആക്ടിംഗ് ആയിരുന്നു. ടോവിനോ മാത്രമല്ല, അനൂപ് മേനോൻ, സൗബിൻ എല്ലാവരും മികച്ച പെർഫോമൻസ് ആയിരുന്നു. സിനിമ പേര് സൂചിപ്പിക്കുന്ന പോലെ നടികർ. അപ്പോൾ ഒരു ആക്ടറിൻ്റെ ഒരു ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ ആക്ടിങ്ങിന് പ്രാധാന്യമുള്ള സീൻസ് വളരെ ഉണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴേക്കും ടോവിനോടെ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. അഭിനയിക്കാൻ അറിയാത്തൊരു നായകനിൽ നിന്ന് നല്ലൊരു ആക്ടറിലേക്കുള്ള ഒരു യാത്ര. അപ്പോൾ ഫസ്റ്റ് സീനും ലാസ്റ്റ് സീനും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ടോവിനോ എത്രമാത്രം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് എനിക്കൊരു ആവറേജ് ഫീൽ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഞാൻ പറയല്ല, എനിക്ക് വളരെ ഇഷ്ടമായില്ല. ഞാൻ പറയല്ല, ഇഷ്ടമാകാത്തോണ്ട് പറയണില്ലേ? ഇല്ല, ഇഷ്ടമായി. എനിക്കൊന്നും പറയാനില്ല ഇല്ല. പറയാനില്ല. അപ്പൊ പിന്നെ ആദ്യമായിട്ടാണല്ലോ എങ്ങനെ? അല്ല, എനിക്ക് പടം ഇഷ്ടമായില്ല. പിന്നെ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ള. ഓക്കെ, ശരി. നൈസ് മൂവി ആയിരുന്നു. ഒരു വൈബ് മൂവി. സിനിമ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി സിനിമയിൽ ആ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അപ്സ് ആൻഡ് ഡൗൺ കാണിക്കുന്നില്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ലാൽ ജൂനിയറിനെ നിങ്ങൾ പറയാൻ പ്രതീക്ഷയില്ല. ഞാൻ കുറച്ചുകൂടി അടിച്ചുപൊളി വൈബായിരിക്കും വിചാരിച്ചത്. പക്ഷേ ഇത് ആക്ച്വലി നല്ല കഥയുണ്ട് ആൻഡ് നല്ല സോളിഡ് മൂവിയാണ്. ഒരു കുറച്ച് സീരിയസ് സ്റ്റഫാണ് ആൻഡ് പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ്. ടോവിനോ നന്നായി ചെയ്തിട്ടുണ്ട്. എടുത്ത് പറഞ്ഞാത്ത കോസ്റ്റ്യൂം എക്താന്നെങ്ങാണ്ട നന്നായി ചെയ്തിട്ടുണ്ട്. ഫ്രെയിംസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര കളർഫുൾ ആയിരുന്നു. ആൻഡ് എന്താ പറയുക, കോസ്റ്റ്യൂംസ് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ പറയേണ്ടത് അനൂപ് മേനോൻ ഉണ്ടായിരുന്നു, ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ പോലെ. ഒരു നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സ് നൈസായിട്ട് രസമുണ്ടായിരുന്നു. ആൻഡ് സുരേഷ് കൃഷ്ണ, ലാൽ ജൂനിയറിൻ്റെ മൂവീസിൽ സുരേഷ് കൃഷ്ണ എപ്പോഴും ഒരു സ്പെഷ്യൽ വൈബായിരിക്കും. ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ ആയാലും ഇതിനകത്തും ഒരു ഭയങ്കര ഫീലുണ്ട് പുള്ളി. ഒരു കോമഡി റീല് പക്ഷെ നല്ല ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു നല്ല ലൈക്ക് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എൻജോയ് ചെയ്തു പടം. ഞാൻ നന്നായി എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിനകത്ത് കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ്. അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം മൊത്തത്തിൽ? എക്സ്പീരിയൻസ് എങ്ങനെ? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അമേസിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ, ടോവിനോന്റെ കോസ്റ്റ്യൂംസ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ തോന്നി? ഐ എം സോ ഹാപ്പി. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് സോ മച്ച് ലവ്, സോ താങ്ക് യു. ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഇല്ല. ഓക്കെ, അല്ല ഈ പടത്തിന് മൊത്തത്തിൽ ലുക്കായിട്ട് ഭയങ്കര സാമ്യം തോന്നുന്നു. ഇല്ല, ഞാൻ ആ കോസ്റ്റ്യൂം ഡിസൈൻ ഓ മൈ ഗോഡ്. കോസ്റ്റ്യൂം ഡിസൈനിനെ കുറിച്ച് ഒരാളോട് പറയുന്നുണ്ടായിരുന്നു. പേരറിയില്ല, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ, ഒന്ന് പറയാവോ പേര് അടക്കം? മൈ നെയിം ഈസ് ഏക്ത ഭട്ടൻ. ഓക്കെ, എല്ലാ കോസ്റ്റ്യൂംസും ആ ഫ്രെയിംസിന് അത്രയും ഫിറ്റ് ആണ്, അടിപൊളിയാണ്. ട്രെയിലർ ടീസർ കണ്ട അഭിപ്രായത്തിൽ പറയുകയാണ്. സോ എന്തായിരുന്നു ഇൻസ്പിറേഷൻ ഇത് ചെയ്യാനായിട്ട്? എല്ലാ ക്യാരക്ടേഴ്സിന് ഡിഫറെൻറ്റ് ഇൻസ്പിറേഷൻ ആയിരുന്നു. ഐ ഹോപ്പ് അത് ആ ക്യാരക്ടറിന് മാച്ചായി വന്നിട്ടുണ്ട് ആൻഡ് എവറിബഡി ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഓക്കെ, പിന്നെ ഒരു നടന്റെ ലൈഫ് ആകുമ്പോൾ പലതരത്തിലുള്ള കോസ്റ്റ്യൂംസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയിരുന്നു. ഇതിന്റെ ഡെബ്യൂ മൂവി ആയതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ചാലഞ്ച് ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ദാറ്റ് വാസ് എ ചാലഞ്ച്. പക്ഷേ എനിക്ക് ചാലഞ്ചസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ എം വെരി ഹാപ്പി. അപ്പോൾ ഏത് ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആക്ച്വലി ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു ഫോർ 8 years ആൻഡ് ഓൾ ദാറ്റ്. ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ മൂവി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ഞാൻ മഷരിക്കയുടെ കൂടെ തല്ലുമാലയിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ കോസ്റ്റ്യൂം റിലേറ്റഡ് വാട്ട് എവർ ഇറ്റ് ഈസ് എനിക്ക് എപ്പോഴും ആഗ്രഹമാണ്. ഓഫർ വന്നത് എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു ഫ്രണ്ട് ജീൻ എന്നെ സജസ്റ്റ് ചെയ്തതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയുള്ള സിനിമകൾ അത് നമുക്ക് നോക്കാം. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു. ജെന്യു അഭിപ്രായം പറയാൻ പടം എൻ്റർടൈനറാണ്. യാതൊരു ലാഗും ഇല്ല. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലായാലും സിനിമയ്ക്കുള്ള സിനിമയാണ്. ഷൗബിൻ്റെയും ടോവിനുടെ എല്ലാം അഭിനയം നല്ലതാണ്. ശരിക്കുള്ള ടോവിനാണ് കാണിക്കുന്നത്. പിന്നെ മോർ കാണിക്കുന്ന മെത്തേഡ് ആക്ടിംഗ് ആണ്. മിക്ക ആക്ടേഴ്സ് മെത്തേഡ് ആക്ടേഴ്സാണ്. മമ്മൂക്ക ആയാലും ഫഹദ് ആയാലും ഹോളിവുഡ് ആക്ടേഴ്സ് അല്ല. ബോൺ ആക്ടറായിട്ട് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. നല്ലൊരു എൻ്റർടൈനറാണ്. പടം എന്തായാലും ഹിറ്റായി.
ചന്തു ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? മഞ്ഞുമൽ ബോയ്സിൽ തകർപ്പൻ പെർഫോമൻസിന് ശേഷം ഈ പടം കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? സലീമേട്ടൻ കൊണ്ടുവന്ന് കാണിക്കോ പടം? പിന്നെ കണ്ടോളൂ. ചേട്ടാ